നമസ്കാരം. ഇപ്പോൾ ദുർഗ അല്ലേ അക്കൗണ്ടിൻ്റെ പേര്, ഇദ്ദേഹമാണ് ദുർഗയിലെ അഡ്മിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടു, ഇതന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനത് കാര്യമാക്കി എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, ഓക്കെ. അത് ഞാനതുപോലെ തന്നെ മറുപടി കൊടുത്തു. പുള്ളി ഒരു തെറി പറഞ്ഞപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാനും പുള്ളിക്കൊരു തെറി കൊടുത്തു. അതവിടെ തീർന്നു. പക്ഷേ വീണ്ടും ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പോട്ടെ, അതും എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഒരു ചേച്ചിയെക്കുറിച്ച്, അതായത് ഒരു ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. അതായത് ഇത് കണ്ടില്ലേ, എന്താണ് അവിടെ എഴുതിയേക്കണ, മച്ചാനെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ബാക്കിയാണോ ഏത് ലോഡ്ജിൽ നിന്നും കാണുന്ന ഈ വീഡിയോ, അതിൻ്റെ ലിങ്ക് ഗൂഗിളിൽ ഇടുമ്പോൾ അറിയിക്കണേന്ന്. ഇത് പറഞ്ഞത് ഭയങ്കര തായോളിത്തരാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തായോളിത്തരാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ചേച്ചി വീട്ടിൽ വെച്ച് എന്തോ ചെയ്തേക്കണ ഒരു വീഡിയോ അവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കണതാണ്. അതിന് ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഷോർട്ട് ഫിലിമും ഇതുമായിട്ട് എന്തിനാണ് ഇയാൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുക. അത് കാരണം ആ ചേച്ചിയുടെ ഇഷ്ടമല്ല, ആ ചേച്ചിയുടെ പേജിൽ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ വേറെ ചാനലിലല്ല, ആ ചേച്ചിയുടെ ഫേസ്ബുക്കിൽ അവർ ഡാൻസ് കളിക്കുകയോ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അത് അവിടെ നിന്ന് കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളുടെ പേജിൽ ഇട്ടിട്ട് എന്നാ പറയുക, ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഇത് എന്നാണ് ഗൂഗിളിൽ വന്നേന്ന്, എന്നിട്ട് ആപ്പിൽ വന്നേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ഭയങ്കര മോശമായ പരിപാടിയല്ലേ ബായി, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ആർട്ടിസ്റ്റാണ്, അതുപോലെ എന്താ പറയുക, എല്ലാവരും നിങ്ങളുടെ ഫാമിലി എല്ലാം ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ വൈഫ് ഒരു ഡാൻസ് കളിക്കുന്നു, നിങ്ങളുടെ വൈഫ് കളിക്കുന്ന ഡാൻസ് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് വേറെ രീതിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങളുടെ പേജിൽ എവിടെയെങ്കിലും നിങ്ങളുടെ വൈഫ് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരാളെടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വൈഫിനെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുവന്നിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പലരുടെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അന്നേരം നിങ്ങളുടെ വൈഫിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? ഈ ചേച്ചി എന്ത് തെറ്റ് ചെയ്തു? ഇവർ നിങ്ങളെ എന്താ പറഞ്ഞാൽ ആ കമൻറ്റിലൂടെ എന്തോ കമൻറ്റിലൂടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വീഡിയോ ഇട്ടപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തിനാണ് ചേച്ചിനെ ഉപദ്രവിക്കാൻ പോണത്? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, എന്താണ് ഭാഷ നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പിടിച്ചിട്ടാ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബാക്കി ഇതാണെന്നൊക്കെ ചോദിച്ച് എന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ആ ചേച്ചിയെ വെറും ഒരു എന്തോ വേറൊരു മോശം സ്ത്രീയായിട്ടല്ലേ നിങ്ങൾ ചിത്രീകരിച്ചിരിക്കണേ, അല്ലേ? എൻ്റെ പൊന്നു സുഹൃത്ത്, ആ ചേച്ചി വല്ല കേസും കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇടങ്ങേറാവൂട്ടുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ചുമ്മാ നിസ്സാരമായിട്ട് എടുക്കരുത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലും വീഡിയോസ് ഇട്ടോ, നിങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര മോശമായൊരു പരിപാടിയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മിനിങ്ങാന്ന് ചാനലുകാർ വന്നു, അവിടെ വെച്ചൊരു അമ്മയെ മാപ്പെന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഷോർട്ട് ഫിലിം ചെയ്തു. അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചുമ്മാ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിൻ്റെ പേരിൽ കുറേ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയെ തെറി വിളിക്കുക എന്നാണ്ടൊക്കെ ചെയ്തു. അതായിക്കോട്ടെ, എന്തെങ്കിലും ആട്ടെ, അതവിടെ തീർന്നു. പക്ഷേ നിങ്ങളീ കാണിച്ച പക്ക പോക്കൃതരാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയോ അമ്മയുടെയോ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഓർത്ത് നോക്ക് ബായി. പക്ക തായവെളിത്തരാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ക തായവെളിത്തരം എന്ന് പറയുമ്പോൾ ഭയങ്കര തായവെളിത്തരം കാണിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളോട് ഞാൻ ഒന്നിനും വരാറില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. ഇത് ഭയങ്കര മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സ്ത്രീ എന്താണ് നിങ്ങൾ ഭയങ്കര വേറെ എന്തൊക്കെ രീതിയിലാക്കിയിട്ടാണല്ലോ പോസ്റ്റ് ഇട്ടേക്കണത്. അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് നോക്ക്, താഴെ തന്നെ കമൻറ്റ്. കുറേ അറിയില്ലാത്ത കുറേ മറ്റേടത്തെ മക്കൾ വന്നിട്ട് എന്താ പറയുക, കുറേ തന്തയില്ലാത്ത ഞാൻ പറയണേ വന്നിട്ട് താഴെ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ കാര്യം അറിയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ ചേച്ചിക്ക് വല്ല കേസിനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനിപ്പോഴും സുഹൃത്തേന്ന് വിളിക്കണ, നമുക്ക് നിങ്ങളോടൊരു വഴക്കം വൈരാഗ്യമില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിപ്പോയത്. ഒരു സ്ത്രീയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. അവരവരുടെ വീട്ടിൽ കിടന്നോ അല്ലെങ്കിൽ എവിടെ കിടന്ന് ഡാൻസ് കളിച്ച് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്ന വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ട് ക്യാപ്ഷനാണ് ഇടുന്നത്. ഭയങ്കര താഴെത്തരം പരിപാടിയായി പോയി കേട്ടോ.